നമസ്കാരം മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയത് കണ്ടില്ലേ, ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. മിക്ക ആൾക്കാർക്കും ഈ വെണ്ടയ്ക്ക എന്നുള്ള വെജിറ്റബിൾ അത്ര ഇഷ്ടമല്ല. കാരണം എന്താ, ഇതിൻ്റെ കിളുകള എന്നുള്ള ആ രീതി തന്നെയാണ്. അപ്പം ഇത് കിളുകളാന്നും വഴുവഴാന്നും ഒന്നും ഇരിക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്നിത്തൊടാതെ മസാലകളൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ മെഴുക്ക് വരട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതേ രീതിയിൽ മെഴുക്ക് വരട്ടി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഈ ഒരു വെണ്ടയ്ക്ക നമ്മൾ ഒരിക്കലും കളയരുത്. നമുക്കുള്ള അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ അസുഖം, അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് ഈ വെണ്ടയ്ക്ക കേട്ടോ. ഏത് രൂപത്തിലെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഉപ്പും എണ്ണയൊക്കെ വളരെ കുറച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം കണക്കാക്കി നല്ല കിളിർന്ന വെണ്ടയ്ക്ക കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അരമണിക്കൂർ ഉപ്പും മഞ്ഞപ്പൊടിയിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് കിളിർന്നതാണോ മൂക്കാത്തതാണോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും, ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമുക്കിത് കട്ട് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. ഇതിൻ്റെ ആ മുഖഭാവം കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചേന്തിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ചേന്തി കട്ട് ചെയ്തതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അരപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ പിടിക്കും. പിന്നെ അത് തന്നെയല്ലേ ഇതിനകത്ത് പുഴുവുണ്ടെങ്കിൽ അറിയാനും പറ്റും. പുഴുവുള്ള വെണ്ടയ്ക്ക നമുക്ക് വിശ്വസിക്കാം, കാരണം അതിന് കീടനാശിനി അടിച്ചതായിരിക്കത്തില്ല. അപ്പം ഇതേ രീതിയിൽ എടുത്തുക്കുമ്പോൾ ഇത് മൂത്ത് വരാനും എളുപ്പമാണ്. അപ്പോൾ കിളുകിളുപ്പും വഴുവഴുപ്പും ഒന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. അപ്പം ഇതേ രീതിയിൽ ചേന്തി നമുക്ക് എല്ലാം ഇത്രയും കനം വേണം കേട്ടോ. ഇച്ചിരി കനമായാലും കുഴപ്പമൊന്നുമില്ല. മൂക്കുമ്പോൾ ഇത് നല്ലൊരു കട്ടിയായിട്ട് അതിനകത്ത് ഇങ്ങനെ ചേർത്തുമ്പോൾ അതിനകത്ത് മസാലകളൊക്കെ പിടിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാം ഞാനീ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഉപ്പ് ആവരുത് മെഴുക്കുവരട്ടിക്കൊന്നും കേട്ടോ. ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിന് ഒരു നല്ല ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇതിങ്ങനെ കൂട്ടി പുരട്ടിയിട്ട് നമുക്ക് അധികം നേരം വെക്കരുത്. അധികം നേരം വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയാൽ കിളുകിളുപ്പുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ എല്ലായിടും ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉപ്പ് വരണം. അല്ലെങ്കിൽ നമ്മൾ പാകം ചെയ്യുന്ന പാത്രത്തിലിട്ട് ഉപ്പ് ചിലപ്പോൾ ഇടുമ്പോൾ എല്ലായിടും ഒന്നും കിട്ടത്തില്ല. അതിനാണ് ഇങ്ങനെ പുരട്ടുന്നത്. ഉടനെ നമ്മൾ പാൻ അടുപ്പയിൽ വെച്ചു. ഈ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കടുവ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി, പക്ഷേ ഞാൻ കടുവും കൂടെ ചേർക്കുകയാണ്. കടുവ് 1/2 ടീസ്പൂൺ ചേർത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒരു മണമൊക്കെ കിട്ടാം. കറിവേപ്പില ഒന്നും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല മെഴുക്ക് വരട്ടിക്ക് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും നമ്മൾ ഉപ്പ് വരട്ടി വെച്ച് നമ്മുടെ വെണ്ടയ്ക്കായി ഇട്ട് കൊടുത്ത് ആ എണ്ണയ്ക്കകത്ത് താളിപ്പിനകത്തിട്ടൊന്ന് ഇങ്ങനെ മൂപ്പിച്ച് അതിനകത്ത് എല്ലായിടും എണ്ണ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എണ്ണ എല്ലാം ഇതിനകത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തോരണം. ഈ വെണ്ടയ്ക്കകത്ത് വെള്ളമയം ഉണ്ടല്ലോ, നമ്മൾ അരിയുമ്പോൾ തന്നെ വെള്ളമയം ഇറങ്ങുമല്ലോ. അപ്പോൾ അതൊന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ആ വെള്ളമെല്ലാം തോർത്തിയെടുക്കത്തക്ക രീതിയിൽ നമ്മൾ ചുക്കി ഇങ്ങനെ വെള്ളമെല്ലാം തോർന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിന് മുളക് ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കൊന്ന് ഈ എണ്ണ തെളിഞ്ഞ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. അപ്പോഴത്തേന് ഈ നമ്മുടെ ഈ വെണ്ടയ്ക്കകത്തെല്ലാം മുളകിൻ്റെ എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. നമുക്ക് മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഗരം മസാലയോ അല്ലെങ്കിൽ പെരിഞ്ചീരകമോ ചേർക്കാം. നമുക്കതിൻ്റെ വേണ്ട, അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ മുളക് പൊടിയെല്ലാം നമ്മുടെ ഈ വെണ്ടയ്ക്കകത്തുള്ള എണ്ണയ്ക്കകത്ത് പിടിക്കുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഒരു മിനിറ്റ് അടച്ച് വെക്കും, കാരണം ഇതൊന്ന് കൂട്ടി യോജിക്കാനാണ്. അപ്പോൾ നമ്മൾ അടച്ച് നോക്കി തുറന്ന് വെച്ചു. വീണ്ടും അതൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ പല പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തു, കാരണം വേവാനായിട്ട് കണ്ടിന്യൂസ് അടച്ചു വെച്ചാൽ ഇത് വെന്ത് പോവും. ഇത് ഡ്രൈ ആയി വരണം നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപ്പൊക്കെ നോക്കി കണ്ടില്ല, ഡ്രൈ ആയിട്ട് മൂത്ത് അതിൻ്റെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കേട്ടൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി. അപ്പോൾ കണ്ടില്ലേ, വളരെ കുറേ നേരം എടുത്ത് നമ്മൾ ചിക്കി എടുത്ത് തിരിച്ചും പിരിച്ചുമൊക്കെ അടച്ചും തുറന്നും വെച്ചാണ് ഇത് ശരിയാക്കിയത് കേട്ടോ. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാനിത് ചുരുക്കിയെടുത്താണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വെണ്ടയ്ക്ക പിടിക്കാത്ത കുട്ടികളൊക്കെ ഇത് കഴിക്കും. ഇവിടെ എൻ്റെ പാറു കഴിക്കില്ല, പക്ഷേ അവളിത് പറക്കി കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് രുചിയാണ് ചോറ് കഴിക്കാൻ. അപ്പോൾ എന്തെങ്കിലും സൈഡ് ഡിഷ്, തോരനോ ഒരു ചമ്മന്തി, ഒരു രസമോ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഈ വെണ്ടയ്ക്ക ഒരിക്കലും കളയരുത് കേട്ടോ. കണ്ടില്ലേ, എണ്ണയെല്ലാം തെളിഞ്ഞ് നമ്മളൊരു അധികം വെളിച്ചെണ്ണ ചേർത്തില്ലായിരുന്നു. കണ്ടില്ലേ,
കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. കണ്ടില്ലേ മക്കളെ, ഒരു തവണയെങ്കിലും നിങ്ങൾ വെണ്ടയ്ക്ക ഇതേ ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ വെട്ടക്കുറവുണ്ട് കേട്ടോ, നമ്മുടെ ക്യാമറയ്ക്കകത്ത് എനിക്ക് ഒന്ന് ലൈറ്റ് കട്ടായി പോകുന്ന ആ സമയത്ത്, അതുകൊണ്ട് വെട്ടമില്ല, ഇരുട്ട് പോലെ തോന്നും കേട്ടോ. അപ്പം ഞാൻ കണ്ട ഒത്തിരി ചമ്മന്തി, മീൻ, മെഴുക്കുവരട്ടി, തോരനെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ചീരത്തോരൻ, പയറുതോരൻ എല്ലാം കൂട്ടി ഞാനിത് കഴിക്കുകയാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. അപ്പം ഇതേ രീതി എല്ലാവർക്കും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പഴയതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സഹായിക്കണം. കണ്ടില്ലേ. പിന്നെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.